നമസ്കാരം. ഇന്ത്യയെ തകർക്കാൻ ജോ ബൈഡനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ജോർജ് സോറസ്. ഇന്ത്യക്ക് അമേരിക്ക ഒരു ഭീഷണിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ശതകോടീശ്വരനായ ജോർജ് സോറസ് എന്ന വ്യക്തിക്ക് ഫ്രീഡം മെഡൽ സമ്മാനിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ. ഇതോടെ ജോ ബൈഡൻ അംഗമായ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ശതകോടീശ്വരൻ ജോർജ് സോറസുമായുള്ള ബന്ധമാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ ജോ സോറസിന്റെ സംഘടനകളുടെ പദ്ധതിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും. ജോ സോറസ് പ്രവർത്തിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്ന ജേർണലിസ്റ്റുകളുടെ സംഘടനയായ OCCRP, ജോ സോറസിന്റെ പണം വാങ്ങി പ്രവർത്തിക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആസൂത്രണം ചെയ്ത സംഘടനയാണ് എന്ന ആരോപണമുണ്ട്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആഗോള വൈസ് പ്രസിഡന്റ് ആയിരുന്ന സലീൽ ഷെട്ടി ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. 2021 സെപ്റ്റംബർ മുതൽ 2023 ഓഗസ്റ്റ് വരെ 2 വർഷക്കാലം സലീൽ ഷെട്ടിയായിരുന്നു ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആഗോള വൈസ് പ്രസിഡന്റ്. ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടെ സഹ അധ്യക്ഷയായി പ്രവർത്തിച്ചത് സോണിയാഗാന്ധിയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് ജോ സോറസ് എന്ന അമേരിക്കൻ ശതകോടീശ്വരനാണ്. സോണിയാഗാന്ധി ഉപാധ്യക്ഷയായ ജോ സോറസ് ഫണ്ട് ചെയ്യുന്ന ഫോറം ഓഫ് ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് കാശ്മീരിനെ ഇന്ത്യയിൽ നിന്നും വെട്ടിമാറ്റാനുള്ള അജണ്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. 2023 ജനുവരിയിൽ US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിഡൻബർഗ് റിസർച്ച് എന്ന ധനകാര്യ സ്ഥാപനം അദാനിക്കെതിരെ ഒരു പിടി ആരോപണമുയർത്തി ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഓഹരി വില ഊതിപ്പെരുപ്പിച്ച് കാണിക്കുന്നു, അക്കൗണ്ടിൽ കൃത്രിമം കാട്ടി ലാഭം പെരുപ്പിച്ച് കാണിക്കുന്നു, വിദേശത്തെ കടലാസ് കമ്പനികളെ വഴി ഇന്ത്യയിലേക്ക് പണം കടത്തുന്നു തുടങ്ങിയ ഒട്ടേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഹിഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ട ആരോപണങ്ങൾക്ക് പിന്നാലെ ജോ സോറസ് യൂണിറ്റി സെക്യൂരിറ്റി കോൺഫറൻസിലെ ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതിൽ അദാനി അവരുടെ കമ്പനികളുടെ ഓഹരി വില യഥാർത്ഥ വിലയേക്കാൾ പെരുപ്പിച്ച് കാണിക്കുന്നുവെന്നും നരേന്ദ്രമോദി ജനാധിപത്യവാദിയല്ലെന്നും അദാനി പ്രശ്നത്തിലൂടെ വീണ്ടും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്നും ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിന്റെ എല്ലാത്തിന്റെയും ഒറ്റ ഒരു പേരിലേക്ക് എത്തി നിൽക്കുന്നതാണ് ഡീപ് സ്റ്റേറ്റ്. കാരണം ഈ ജോ ബൈഡനും ഒക്കെ ഡീപ് സ്റ്റേറ്റിന്റെ അംഗമാണ്. എന്താണ് ഡീപ് സ്റ്റേറ്റ് ചോദിച്ചാൽ, പുതിയ രീതിയിലുള്ള കൊളോണിയം തന്നെയാണോ സാമൂഹ്യ സേവനം എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന NGO ഫണ്ടിങ്ങിലൂടെ അമേരിക്കൻ കമ്പനികളും അതുപോലെ തന്നെ വ്യക്തികളും ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു അംഗമായി നിൽക്കുന്നുണ്ട്. പണ്ട് നേരിട്ട് ആയുധവുമായി കടന്നു വന്ന രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിന് പകരം പണം നൽകി ആ രാജ്യങ്ങളിലെ മിടുക്കും ബുദ്ധിയുമുള്ള കുറെ പേരെ NGOകൾ ഒരു ഭാഗമാക്കും. പിന്നീട് അവരെ മറ്റു ചില രാഷ്ട്രീയ ബിസിനസ് വ്യക്തികളെ പിടിച്ച് കലാപം നടത്തി അധികാരം പിടിക്കും. പിന്നീട് പാവ പോലുള്ള ഒരാളെ നേതാവായി നിയോഗിക്കുന്നു. അതാണ് ഡീപ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ നിയമിച്ചതുപോലെ ഇങ്ങനെ തങ്ങളേക്ക് ഇഷ്ടമുള്ള ഒരു പാവ നേതാവിനെ അധികാരത്തിൽ വഹിക്കുന്ന ആ രാജ്യം ഇഷ്ടം പോലെ കൊള്ളയടിക്കാം. നല്ല ലാഭമുള്ള ഒരു ബിസിനസ് കൂടിയാണ്. അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഭാരതത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് സോണിയാഗാന്ധി ജോ സോറസുമായി ഒരു കൂട്ടുകൂടി മൻമോഹൻ സിംഗിനെ ഒരു ഡമ്മി പ്രധാനമന്ത്രിയായി നിയമിച്ചതുപോലെയാണ് ഡീപ് സ്റ്റേറ്റിന്റെ അർത്ഥം യാഥാർത്ഥ്യമാകുന്നത്.